ഹായ്, എല്ലാവർക്കും ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് കഴിഞ്ഞ വീഡിയോയിലെ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ട് വഹ് എന്ന സർവനാമം വെച്ച് നമുക്ക് വാക്യങ്ങളുണ്ടാക്കാം. ഞാൻ ഇവിടെ കുറച്ച് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഹിന്ദിയിലേക്ക് മാറ്റാം. അപ്പം വ യഹ് മുമ്പേയുള്ള ക്ലാസ്സിൽ പഠിച്ചതാണ്. നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വ യഹ്, ആദ്യം യഹ് എഴുതാം. യഹ് വ യഹ് വ. ഇതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ? മുമ്പിലത്തെ ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ അർത്ഥമെല്ലാം വിശദമായി എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവൻ ഇവൾ ഇത് ഈ, അവൻ അവൾ അത് ആ അല്ല, അത് ഞാനിവിടെ തൽക്കാലം എഴുതുന്നില്ല. അപ്പം നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഞാൻ എഴുതി വച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കാം. ഇവളുടെ പേരെന്താണ് അല്ല, ഇവളുടെ പേരെന്താണ്? അത് നമുക്ക് എങ്ങനെ ഹിന്ദിയിലേക്ക് മാറ്റാം? ഹിന്ദിയിൽ എങ്ങനെ ചോദിക്കാം? ഇവളുടെ പേരെന്താണ്? ഇവളുടെ എന്ന് പറയുന്നുണ്ട് അല്ലേ? ഇവളുടെ, ഇവൾ യ അല്ലേ? പിന്നെ ഇവൾ, ഇവൻ, ഇവൾ, ഇത് ഈന്ന് പറയും അല്ലേ? അപ്പം ഇവളുടെ എന്ന് വരണമെങ്കിൽ ഏത് പ്രത്യയം ചേർക്കേണ്ടി വരും? നമ്മൾ ഏത് പ്രത്യയം ചേർക്കണ്ടേ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്? ഇവൾ എന്ന് വരണമെങ്കിൽ നമ്മൾ ഒരു പ്രത്യയം കൂടി ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവളുടെ എന്ന അർത്ഥം കിട്ടുള്ളൂ. അപ്പോൾ എന്ത് വരും? ആ ഇവളാവുമ്പോൾ നമുക്ക് എന്താ, എങ്ങനെ എഴുതാം ഹിന്ദിയിലേക്ക്? ഇസ്കാ അല്ലേ? ഇസ്കാ, എങ്ങനെ ഇസ്കാ കിട്ടുക എന്ന് മുമ്പ് പഠിച്ചു അല്ലേ? ഇതെല്ലാം നമ്മൾ ആദ്യം തന്നെ അതൊക്കെയാണ് പഠിച്ചത്. അതിന് ശേഷം ഞാൻ ക്രമമായിട്ട് ആണ് ഞാൻ പഠിപ്പിച്ചതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ എളുപ്പമായി തീരും അല്ലേ? അപ്പം ഇവളുടെ പേരെന്താണ്? പേര് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ അല്ലേ? നാം അല്ലേ? നാം. നമ്മൾ കുറേ നാമ് പഠിച്ചു അല്ലേ? മാസങ്ങളുടെ നാമ്, മന്തിൻ്റെ നാമ് അല്ലേ? മാസങ്ങളുടെ നാമ് അല്ലേ? അപ്പോൾ ഇവളുടെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇവൾ ഇസ്കാ നാം എന്താണ്? നാം എന്ത് അല്ലേ? എന്താണ്? ക്യാ അല്ലേ? ക്യാ ഹേ അല്ലേ? ഉണ്ടോ? മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇവൻ്റെ പേരെന്താണ് എന്ന് പറയുമ്പോൾ എന്താ വരിക? അതെ, ഇവൻ, ഇവൾ, ഇത് എല്ലാം ഒന്നാം സംഭവം. അപ്പം ഇത് തന്നെയാണ് വരിക അല്ലേ? ഇസ്കാ. അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇവൻ്റെ പേരെന്താണെന്ന് പറയുമ്പോൾ എന്തേ വരുള്ളൂ? ഇസ്കാ നാം ക്യാ ഹേ അല്ലേ? ഇസ്കാ നാം ക്യാ ഹേ. ഇവനായാലും ഇവളായാലും ഒക്കെ സംഭവം ഒന്ന് തന്നെ. ഇനി നമുക്ക് അടുത്ത് ശ്രദ്ധിക്കാം. നിങ്ങൾ ഇവൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ പഠിച്ചു അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ? അതെ, പഠിച്ചിട്ടുണ്ട്. അപ്പം തും ഇവൻ പറയുന്നത് അതെങ്ങനെ വരും? അതെ, ഇവൻ പറയുന്നത് കേൾക്കൂ. എന്താ? ഇസ്കാ ബാത്ത് പറയുക അല്ലേ? ബാത്ത് അല്ലേ കാര്യം എന്നുള്ള അർത്ഥമുണ്ട്. ഇസ്കാ ബാത്ത് കേൾക്കൂ. കേൾക്കുവിൻ്റെ ഹിന്ദി എന്താണ്? സുനിന. അപ്പം എന്ത് വരും? സുനോ. ഹ്രസ്വമാണേ കുട്ടികളെ, ഹ്രസ്വമാണിത്. സുനോ. അപ്പോൾ തും ഇസ്കാ ബാത്ത് സുനോ. നിങ്ങൾ ഇവൻ പറയുന്നത് അല്ലെ ഇവൾ പറയുന്നത് കേൾക്കൂ. അതാണ് ഇതിൻ്റെ അർത്ഥം.
അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇവളുടെ സഹോദരൻ എവിടെയാണ്? ഇവളുടെ എന്ന് നമ്മൾ മനസ്സിലായല്ലോ, ഇവളുടെ സഹോദരനാണ്. അപ്പോൾ പെൺകുട്ടിയാണ് ഇവിടെ, ഇവളാണ്. അപ്പം നമുക്ക് പെൺകുട്ടി ആയതുകൊണ്ട് നമുക്ക് പുല്ലിംഗ് സ്ത്രീലിംഗ് ഉണ്ട്. അതെല്ലാം ഗ്രാമറിൽ വരുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഇത്രയും ശ്രദ്ധിക്കാൻ പറയുന്നത്. അപ്പം നമുക്ക് ഇവളുടെ സഹോദരൻ എവിടെയാണ്? ഇവളായതുകൊണ്ട് നമുക്ക് ഇവളുടെ എന്ന് പറയുമ്പോൾ എന്ത് വരും? നമ്മൾ കാക്കേക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ? കാക്കേക്ക്. അപ്പോൾ ഏതായിരിക്കും വരിക? ഇവളുടെ എന്ന് പറയുമ്പോൾ ഇസ്കി സഹോദരൻ എന്താ ഹിന്ദി പറയുക? സഹോദരൻ ഭായി. ഇസ്കി ഭായി എവിടെയാണ്? എവിടെ എന്നുള്ളത് എങ്ങനെ പറയാ? കഹാ അല്ലേ? കഹാ ഹേ, കഹാ ഹേ. അപ്പോൾ ഇസ്കി ഭായി കഹാ ഹേ എന്നാണ് ഇതിൻ്റെ ഹിന്ദി വരിക. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇവൻ്റെ സഹോദരൻ ആരാണ്? ഇവിടെ ഇവളുടെ സഹോദരൻ എവിടെയാണെന്ന ചോദ്യം. അപ്പോൾ ഇവിടെ ഇവൻ്റെ സഹോദരൻ ആരാണെന്ന്. അപ്പോൾ എന്താ വരിക? ഇവനാണ് അല്ലേ ആള്? അപ്പം ഇസ്കാ അല്ലേ? അല്ലേ ഒരു ഇസ്കാ എങ്ങനെ വരിക എന്നറിയാലോ, ഇന്നത്തെ ക്ലാസ് പഠിച്ചതല്ലേ? അതെ, ഇസ്കാ സഹോദരൻ തന്നെ. അപ്പം ഇവിടെ ഭായി ആരാണ് അല്ലേ? ആരാണെന്ന് ചോദിച്ച്. ഇസ്കാ ഭായി കോൻ ഹേ അല്ലേ? ഇസ്കാ ഭായി കോൻ ഹേ ആരാണ്? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പം ഇവിടെ ഇവളുടെ സഹോദരൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇസ്കി ഭായി കഹാ ഹേ. അപ്പോൾ ഇവൻ്റെ സഹോദരൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ എന്ത് തന്നെയാണ് ഉത്തരം? ഇസ്കാ ഭായി കഹാ ഹേ. ഇത് തന്നെയാണ് സംഭവം. ഹിന്ദി ചോദിക്കാൻ ഇസ്കയാണെങ്കിൽ ഒരാൾ, ഇവനാണെങ്കിൽ ഇവൾ വരുമ്പം ഇസ്ക അല്ലെങ്കിൽ ഇസ്കി. അതുപോലെ ഇവൻ്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ ഇസ്കാ ഭായി കോൻ ഹേ. അപ്പോൾ ഇവളുടെ സഹോദരൻ എന്ന് പറയുമ്പോൾ ഇസ്കി ഭായി കോൻ ഹേ എന്നാണ്. കണ്ടോ കാക്കേക്കിൻ്റെ പ്രയോഗം കണ്ടുവാ. അപ്പോൾ ഇതെല്ലാം കൂടുതൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത്, ഞാൻ ഇവനിൽ അല്ലെങ്കിൽ ഇവളിൽ, കണ്ടോ, അതാണോ പെണ്ണോ ആരോ ആവട്ടെ, യാതൊരു കുറ്റവും ദോഷവും, കുറ്റം അല്ലെ ദോഷവും കാണുന്നില്ല. എങ്ങനെയാണ് പറയാം നമുക്ക്? കുറ്റം കാണുന്നില്ല എങ്ങനെ പറയും? നല്ല കുട്ടിയാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ എന്താ? ഞാൻ എന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഞാൻ. ഇതെല്ലാം നിങ്ങൾ സ്വന്തം ഉണ്ടാക്കി പഠിക്കണം. മറ്റുള്ള വേറെ വാക്യങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം ഞാൻ, മേ, ഇവനിൽ, ഇവളിൽ എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇവനിൽ, ഇവളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇവൻ, ഇവൾ എന്ന് പറയുമ്പോൾ പ്രത്യേകം ചേരുമ്പോൾ മാറും അല്ലേ? അപ്പോൾ എന്താ വരിക? ഇവളിൽ, ഇവനിൽ എന്നെല്ലാം പറയുമ്പോൾ ഇസ്മേ അല്ലേ? ഇസ്മേ, ഇവനിൽ. യാതൊരു എന്ന് പറയുമ്പോൾ എന്താ വരിക? ഒന്നും തന്നെ അല്ലേ? കുച്ച് ഒന്നും തന്നെ. കുച്ച് കുറ്റവും ദോഷവും അല്ലേ? കുച്ച് ദോഷ് അല്ലേ? കുച്ച് ദോഷ് ഏതെങ്കിലും ഒന്ന് പറയാം അല്ലേ? ദോഷ് കാണുന്നില്ല എന്നാ അല്ലേ? അപ്പം കാണുന്നുണ്ട് എന്നല്ല, കാണുന്നില്ല എന്നാ. അപ്പം കാണുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? ഹിന്ദി വേർഡ് എന്താണ്? ദേഖ്ന. അപ്പം കാണുന്നില്ല എന്ന് പറയുമ്പോൾ ദേഖ്ത അല്ലേ? ദേഖ്ത. കാണുന്നുണ്ടാവട്ടെ. അപ്പോൾ मैं इसमें कुछ दोष न देखता അല്ലേ? मैं इसमें कुछ दोष न देखता. ഇനി നമുക്ക് ഇതേപോലെ ഇവിടെ ഒന്ന് നോക്കാം. ഇവന് അല്ലെങ്കിൽ ഇവൾക്ക് എന്ത് വേണം? അതെ, ഇവന് അല്ലെങ്കിൽ ഇവൾക്ക് എന്ത് വേണം? ഇവനെന്ന് എങ്ങനെയാണ് ഹിന്ദി പറയാം കുട്ടികളെ? നമ്മൾ മുന്നേ ഇതൊക്കെ പഠിച്ചതാ അല്ലേ? ഇവന് നമ്മളെങ്ങനെ പറയാ? ഇവനെ അല്ലെ ഇവൾക്ക് എന്നുള്ളതിന് ഇസ്കോ അല്ലേ? ഇസ്കോ അല്ലേ? ഇവനെ അല്ലെ ഇവൾക്ക് എന്നാ പറയാ? എങ്ങനെ പറയാ? ഇസ്കോ അല്ലേ? ഇസ്കോ. ഇവന് ഇവൾക്ക് എന്ത് വേണം? എന്ത്? ക്യാ അല്ലേ? ക്യാ വേണം
ചാഹിയെ അല്ലേ, വേണം എന്നുള്ളതിൻ്റെ ഹിന്ദി വേർഡാണ് ചാഹിയെ. ക്യാ ചാഹിയെ അല്ലേ, ക്യാ ചാഹിയെ. മനസ്സിലായല്ലോ. ഇവനായാലും ഇവളായാലും ഇസ്കോ തന്നെ ഇവിടെ ചേർക്കുന്നത്. ഇനി ഇവളോട് സംസാരിക്കൂ. എളുപ്പമല്ലേ അത്? ഇവളോട്, ഇവളോട് എന്നെങ്ങനെയാണ് പഠിച്ചത്? ഇവളോട് യു പ്ലസ് സേ അല്ല, ഇസ് സേ മുന്നേ പഠിച്ചിട്ടുണ്ട്. അല്ല, പഠിക്കാത്തവർ പഠിക്കണം, എന്നാലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. ഇസ് സേ സംസാരിക്കൂ. ബോലോ, ബോൽന. ബോൽന എന്ന് പറയുമ്പോൾ എന്നർത്ഥം സംസാരിക്കുക. അപ്പോൾ ഇവിടെ ബോലോ, സംസാരിക്കൂ. ഇസ് സേ ബോലോ. ഇനി ഇവൻ എന്തു പറഞ്ഞു? അല്ല, ഇവനോടൊന്നും പറയരുത് അല്ല. അടുത്തത് ഇതിലൊക്കെ കാണുന്നില്ല കുട്ടികളെ, കാണുന്നില്ല. ഇവനോട് ഒന്നും പറയരുത്. ഇവനോട് ഒന്നും പറയരുത്. അപ്പോൾ എന്താ വരിക? ഇവനോട് എങ്ങനെ വരിക? നമ്മൾ എങ്ങനെ പറയാം? ഇവനോട്, ഇവളോട്. അപ്പോൾ എന്താ പറയുക? ഇസ് സേ തന്നെ അല്ലേ. ഇസ് സേ ഒന്നും പറയരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ? കുച്ച് പഠിച്ചു അല്ലേ, കുച്ച്. അപ്പം പറയരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ അരുത്, പറയരുത്. അപ്പം എന്താ? അരുത്, മത് അല്ലേ. മത്തിൻ്റെ പ്രയോഗം വേറെ തന്നെയുണ്ട്, അത് പിന്നെ അടുത്തൊരു വേറെ ക്ലാസ് പഠിക്കാം. അപ്പോൾ കുച്ച് മത്, പറയുക. പറയുക എന്നുള്ളതിൻ്റെ ഹിന്ദി വേർഡ് എന്താ? കഹന. കഹന. അപ്പോൾ എന്ത് വരും? മത് കഹൂ. അപ്പോൾ ഈ മത് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. അത് മറ്റൊരു ഗ്രാമറാണ്. നമുക്ക് പിന്നീട് ഇത് പഠിക്കാം. ഇപ്പോൾ ഇത് മനസ്സിലാക്കാം. അപ്പോൾ ഇസ് സേ കുച്ച് മത് കഹോ. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? ഇവനോട് ഒന്നും പറയരുത്. ഇവനോട് ഒന്നും പറയരുത്. ഇനി അടുത്തത് എന്താ? ഇവൻ. ഇതാന്നേ കുട്ടികളെ. ഇവൻ എന്തു പറഞ്ഞു? ഇവൻ എന്തു പറഞ്ഞു? അപ്പോൾ ഇവൻ എന്തു പറഞ്ഞു? അവൻ പണ്ടേ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പം ഇവൻ എന്തു പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇവൻ അല്ലേ, അത് ഭൂതകാലമാണത്. ഭൂതകാലത്തിലാണ് വരിക. അപ്പം ഇവൻ ഇസ്നെ എന്തു പറഞ്ഞു? ക്യാ കഹ. എന്താ പറഞ്ഞേ? ക്യാ കഹന എന്ന് പറയുമ്പോൾ ക്യാ കഹ. ഇസ്നെ ക്യാ കഹ. എന്താ പറഞ്ഞത്? ഇനി ഇവൻ ജോലി ചെയ്തു. അപ്പോൾ ഇവൻ ജോലി ചെയ്തു എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇവനുള്ള പദം തന്നെ എന്താ? ഇസ്നെ അല്ലേ. ഇതേപോലെ തന്നെ വരിക. അവൻ ജോലി ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഭൂതകാലത്തിലാണ് വരിക. അപ്പം ഇസ്നെ. അപ്പം യു പ്ലസ് ഇസ്നെ അല്ലേ. അപ്പോൾ ഇസ്നെ എന്താ? ജോലി ചെയ്തു. ജോലിക്ക് എന്താ പറയുക? കാം ചെയ്തു അല്ലേ. ചെയ്തു, ചെയ്യാൻ പോകുന്നതെന്നല്ല, ചെയ്യുന്നല്ല, ചെയ്തു. അപ്പോൾ കർണ. അപ്പോൾ കർണയുടെ ഭൂതകാല ക്രിയയാണ് എടുക്കേണ്ടത്. കാം കിയാ അല്ലേ. ഇവൻ ജോലി ചെയ്തു. ഇതൊക്കെ ഇപ്പം പറഞ്ഞു കേട്ട് പേടിച്ചു പോകണ്ട. ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്ക്. പഠിച്ച് വരുമ്പോൾ താനേ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. അപ്പം ഇനി കൂടുതൽ ബോ വെച്ചിട്ട് എഴുതാനൊന്നും പറ്റും തോന്നില്ല. എന്താ വെച്ചാൽ ഞാനത് അടുത്ത ക്ലാസ്സിൽ പറയാം. എന്താ വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ പറയാനേ പറ്റുള്ളൂ. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. ഇപ്പം തന്നെ സമയം കുറച്ചായി. അപ്പോൾ ഇന്ന് ഇത്രയും മതി. അപ്പം ഇസ്നെ കാം കിയ. ഞാനിനി കൂടുതൽ ഇത് ഒന്നുകൂടി വായിക്കാൻ നിൽക്കുന്നില്ല. വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ ഇത് ബൈൻഡപ്പ് ചെയ്യാണ്, കാരണം ലെങ്തി ആയിപ്പോവും. അപ്പോൾ നിങ്ങളിതൊക്കെ മനസ്സിലാക്കി കൃത്യമായി വായിക്കുക. ഇതൊന്നല്ല, ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇതിന് മുന്നേ ഉള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തുടർച്ചയാണല്ലോ ഇത് ക്ലാസ്. അപ്പം കഴിഞ്ഞതിൻ്റെ എല്ലാം തുടർച്ചയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്തിട്ട് പിന്നീട് അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അപ്പം മുന്നിലത്തെ ക്ലാസ്സൊക്കെ ഒന്ന്
ശ്രദ്ധിക്കണം. ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.